നമസ്കാരം. കഴക്കൂട്ടം എം.എൽ.എ മുൻമന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനെതിരെ ആനി അശോകൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. CPM-ന്റെ ഉടുപ്പിട്ട BJP-കാരനും RSS-കാരനുമാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്നാണ് ആനി അശോകൻ തുറന്നടിച്ചത്. കടകംപള്ളിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ തന്നെ അപായപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPIM BJP ഡീൽ എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. കടകംപള്ളിക്ക് അടുത്ത തവണയും കഴക്കൂട്ടത്ത് മത്സരിക്കണം. അതിനുവേണ്ടിയാണ് ഇത്തരം പ്രവൃത്തികൾ. കഴക്കൂട്ടം മണ്ഡലത്തിൽ എല്ലായിടത്തും ഇതുപോലെ ഡീലുണ്ടെന്നും ആനി അശോകൻ പറഞ്ഞിരുന്നു. കടകംപള്ളി സുരേന്ദ്രനും CPIM നേതാക്കളും നടത്തിയ വാർത്താ സമ്മേളനം കണ്ടിരുന്നു. വളരെ മോശമായിട്ടാണ് തന്നെക്കുറിച്ച് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കഴിഞ്ഞ 12 വർഷമായി പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്ന ആളാണ് താൻ തെരഞ്ഞെടുപ്പ് മോഹം പറയാറുണ്ട് എന്നതാണ് അവർ പറയുന്നത്. അധികാരത്തിനു വേണ്ടിയാണ് നിൽക്കുന്നത് എന്ന തരത്തിലുള്ള കടകംപള്ളിയുടെ പരാമർശം തനിക്ക് വളരെ വേദനയുണ്ടാക്കി. കടകംപള്ളി പറയുന്നത് പാർട്ടി തനിക്ക് ഒരുപാട് സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ്. പാർട്ടി ചോദിക്കാതെ തന്നെ തനിക്ക് നൽകിയിട്ടുള്ള സ്ഥാനങ്ങളിൽ മാത്രമേ താൻ ഇരുന്നിട്ടുള്ളൂ എന്നും ആനി അശോകൻ പറയുന്നുണ്ട്. താൻ വിമതയാണെന്ന് വാർത്തകളിൽ കണ്ടു. താൻ വിമതയല്ല, സ്വതന്ത്രയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രയായി മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ആനി അശോകൻ പറഞ്ഞു. ഈ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന വനിതകൾ സൂക്ഷിക്കണമെന്നും ആനി അശോകൻ പറഞ്ഞു. SC വിഭാഗത്തിൽപ്പെട്ടവർ പ്രത്യേകിച്ച് സൂക്ഷിക്കണമെന്നും ആനി അശോകൻ കൂട്ടിച്ചേർത്തു. ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു ആനി അശോകൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPIM BJP ഡീൽ ഉണ്ടെന്നും ഇതിന് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രനാണെന്നുമുള്ള ആനി അശോകന്റെ പ്രതികരണം വിവാദമാവുകയായിരുന്നു. ഇതിന് പിന്നാലെ ആനി അശോകനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി യോഗത്തിലായിരുന്നു തീരുമാനം. തുടർ നടപടികൾ DC തീരുമാനിക്കും. ബുധനാഴ്ചയായിരുന്നു ആനി അശോകന്റെ വിവാദമായ പ്രതികരണം ഒരു മാധ്യമത്തോട് നടത്തിയത്. കോർപ്പറേഷനിൽ BJPക്ക് വോട്ട് മറിക്കാൻ ധാരണയുണ്ടെന്നും പ്രത്യുപകാരമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കടകംപള്ളിക്ക് വോട്ട് നൽകുമെന്നുമാണ് ആനി അശോകൻ പറഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള CPIM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ BJPക്ക് വോട്ട് മറിയാൻ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ആനി അശോകൻ പറയുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രന് സീറ്റ് ഉറപ്പിക്കുവാനാണ് നീക്കം. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ഏകാധിപത്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയമെന്നും ആനി അശോകൻ ആരോപിച്ചിരുന്നു. കഴിഞ്ഞ തവണ ചെമ്പഴന്തി വാർഡിൽ ആരും തന്നെ അറിയാത്ത ഒരാളായാണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയെന്നും ആനി പറയുന്നു. അന്ന് നേതാക്കൾ എതിർത്തിരുന്നു. ചെല്ലമംഗലത്തെ പൗടിക്കോണത്തും സമാനമാണ് സാഹചര്യം. അവിടെയും സ്ഥാനാർത്ഥിക്കെതിരെ എതിർപ്പുണ്ടായിരുന്നു. അവിടെ പാർട്ടിക്കാർ തന്നെയാണ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതെന്നും ആനി അശോകൻ പറഞ്ഞു. ആ പാറ്റേണാണ് ഇത്തവണയും ആനി അശോകൻ പറഞ്ഞു.